ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിൻസ സിറാജ്. മലയാളിയായ സി സദാനന്ദൻ മാസ്റ്റർ ഉൾപ്പെടെ 4 പേരെ രാഷ്ട്രപതി ദ്രൌപദി മുർമു രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തു. അഭിഭാഷകൻ ഉജ്വൽ ദേവ്റാവു നിഗം, മുൻ വിദേശകാര്യ സെക്രട്ടറി ഹർഷ് വർദ്ധൻ ശ്രിംഗ്ല, ചരിത്രകാരി ഡോ മീനാക്ഷി ജെയിൻ എന്നിവരാണ് മറ്റുള്ളവർ. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ട്രെയിനുകളിലെ എല്ലാ കോച്ചുകളിലും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം. 74,000 കോച്ചിലും 15,000 എഞ്ചിനിലും സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കും. സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ള കഴിവുറ്റ യുവജനതയെ കണ്ടെത്തി കഴിവുകൾ വികസിപ്പിക്കാൻ അവസരമൊരുക്കുകയാണ് മൻ കി ബാത് ടാലന്റ് ഹണ്ട് ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി രക്ഷ നിഖിൽ ഖഡ്സെ. മേരാ യുവ ഭാരത് സംഘടിപ്പിച്ച ടാലന്റ് ഹണ്ട് സീസൺ 5 ഫൈനൽ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കർഷകർക്ക് മതിയായ അളവിൽ ഗുണനിലവാരമുള്ള വളം ലഭ്യമാക്കേണ്ടത് സംസ്ഥാന സർക്കാരുകളുടെ ഉത്തരവാദിത്തമാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഗുണനിലവാരമില്ലാത്ത വളങ്ങളുടെ വിൽപ്പന, സബ്സിഡി വളങ്ങളുടെ കരിഞ്ചന്ത, നിർബന്ധിത ടാഗിംഗ് പോലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാൻ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്രമന്ത്രി കത്തെഴുതി. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നിരവധി വിദേശ രാജ്യങ്ങൾ ബ്രഹ്മോസ് മിസൈലുകൾ ആവശ്യപ്പെട്ടതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നിലവിൽ 14 രാജ്യങ്ങൾ മിസൈൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അത് ലഖ്നൌവിൽ നിന്ന് കയറ്റുമതി ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗുരുവന്ദനത്തിനെതിരെ വന്ന പരാമർശങ്ങൾ ദൌർഭാഗ്യകരമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ. ബാലഗോകുലത്തിന്റെ കനകജൂബിലി ആഘോഷം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാദപൂജ സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വിശദമായ അന്വേഷണം നടത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. പാലക്കാട് പൊൽപ്പുള്ളിയിൽ കാർ പൊട്ടിത്തെറിച്ച് മരിച്ച കുട്ടികളുടെ സംസ്കാര ചെലവുകൾ പൂർണ്ണമായും സർക്കാർ വഹിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ചികിത്സയിൽ കഴിയുന്നവർക്കുള്ള സഹായം ഏർപ്പെടുത്താൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയതായും മന്ത്രി അറിയിച്ചു. നാളെ ലോക സ്രാവ് ബോധവൽക്കരണ ദിനം. സ്രാവ് സംരക്ഷണത്തിന് ഊർജ്ജിത ശ്രമങ്ങളാണ് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം CMFRI നടത്തുന്നത്. വിവിധ ഏജൻസികളുടെ പങ്കാളിത്തത്തോടെ ദേശീയ ശില്പശാലയും പാനൽ ചർച്ചയും നാളെ CMFRIയിൽ നടക്കും. ലോർഡ്സിൽ നടക്കുന്ന ആൻഡേഴ്സൺ ടെൻഡുൽക്കർ ട്രോഫിയിലെ 3ാം ടെസ്റ്റിന്റെ 4ാം ദിനത്തിൽ ഇന്ത്യയ്ക്കെതിരായ 2ാം ഇന്നിംഗ്സ് പുനരാരംഭിച്ച ഇംഗ്ലണ്ട് 6 വിക്കറ്റിന് 176 റൺസ് എന്ന നിലയിൽ. ഇംഗ്ലണ്ടിന് നിലവിൽ 176 റൺസ് ലീഡാണുള്ളത്. ക്ലബ്ബ് ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് ചെൽസിയും പാരീസ് സെന്റ് ജെർമനും ഏറ്റുമുട്ടും. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ രാത്രി 12:30-നാണ് മത്സരം. മധ്യപ്രദേശ്, ഗോവ, കേരളം, തീരദേശ കർണാടക, ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ അടുത്ത 3-4 ദിവസം കനത്ത മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ജോക്കയിൽ നടന്ന പീഡനക്കേസ് അന്വേഷിക്കാൻ കൊൽക്കത്ത പോലീസ് 9 അംഗ പ്രത്യേക അന്വേഷണ സംഘം രൂപവൽക്കരിച്ചു. ഇരയുടെ വൈദ്യപരിശോധന പൂർത്തിയായി. കേസിലെ പ്രതിയായ വിദ്യാർത്ഥിയെ ഈ മാസം 19 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഒഡീഷയിലെ ബാലസോർ ജില്ലയിലെ ഫക്കീർ മോഹൻ ഓട്ടോണോമസ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന ആരോപണം ഉന്നയിച്ച വിദ്യാർത്ഥിനി ക്യാമ്പസിനുള്ളിൽ തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. 90% പൊള്ളലോടെ ഗുരുതരാവസ്ഥയിലായ വിദ്യാർത്ഥിനിയെ ഭുവനേശ്വറിലെ എയിംസിലേക്ക് മാറ്റി. നാട്ടിക MLA CC മുകുന്ദനെ CPI തൃശൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. സമ്മേളനത്തിൽ MLAയ്ക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നതിനെ തുടർന്നാണ് നടപടി. PM കുസും സൌരോർജ്ജ പമ്പ് പദ്ധതിയിൽ അനർട്ട് മുഖേന നടക്കുന്നത് 100 കോടിയിലധികം രൂപയുടെ അഴിമതിയാണെന്ന് കോൺഗ്രസ് നേതാവും MLAയുമായ രമേശ് ചെന്നിത്തല. നിയമനങ്ങൾ മുതൽ പരിശോധിക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. മഹാരാഷ്ട്രയിൽ 1.5 കോടിയോളം രൂപ കവർച്ച നടത്തി കേരളത്തിലെത്തിയ 6 പാലക്കാട് സ്വദേശികളെ വയനാട് പോലീസ് പിടികൂടി മഹാരാഷ്ട്രയ്ക്ക് കൈമാറി. ഹൈവേ പോലീസും കൽപ്പറ്റ പോലീസും സ്ക്വാഡും ചേർന്ന് കൈനാട്ടിയിൽ വെച്ചാണ് ഇവരെ പിടികൂടിയത്. കാലിക്കറ്റ് സർവകലാശാല അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് 200 മീറ്റർ ചുറ്റളവിൽ സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തി പോലീസ്. 2012 കോടതി ഉത്തരവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നിയന്ത്രണം. പട്ടികജാതി വികസന വകുപ്പുമായി ചേർന്ന് നാഷണൽ കയർ റിസർച്ച് ആന്റ് മാനേജ്മെന്റ് സംഘടിപ്പിക്കുന്ന കയർ അനുബന്ധ ഉൽപ്പന്നങ്ങളിലെ തൊഴിൽ നൈപുണ്യ പരിശീലന പരിപാടി മന്ത്രി OR കേളു ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 17-ന് തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി P രാജീവ് അധ്യക്ഷനാകും. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്ക് തുടക്കമായി. മന്ത്രി KB ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. 80 ദിവസം നീളുന്നതാണ് ഇത്തവണത്തെ വള്ളസദ്യക്കാലം. തന്ത്രി കണ്ഠരര് രാജീവരരുടെ കാർമ്മികത്വത്തിൽ ശബരിമലയിൽ നവഗ്രഹ ക്ഷേത്ര പ്രതിഷ്ഠ നടന്നു. പൂജകൾ പൂർത്തിയാക്കി ഇന്നു രാത്രി 10-ന് നടയടയ്ക്കും. കർക്കടക മാസ പൂജയ്ക്കായി ഈ മാസം 16-ന് നട തുറക്കും.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.